കൂത്തുപറമ്പ് നഗരത്തിൽ അല്പസമയം മുൻപുണ്ടായ ഒരു അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ്. ഈ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഒരു അപകടമുണ്ടായിരിക്കുന്നത്. അതായത് തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാറിന് പിന്നിൽ ഒരു സ്കോർപിയോ വാൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാറിൻ്റെ ഈ പിൻവശത്ത് അതിശക്തമായി ഇടിച്ച ശേഷം ആ സ്കോർപിയോ വാൻ നിർത്താതെ പോവുകയായിരുന്നു. ഈ കാറിൻ്റെ പിൻവശത്ത് വലിയൊരു കേടുപാട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ യാത്രക്കാരുണ്ടായിരുന്നു. അവർക്ക് ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അവർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് പാനൂരിനടുത്ത് ചമ്പാട് സ്വദേശികൾ സഞ്ചരിച്ച് ഇവർ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വരികയായിരുന്നു. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വന്യജീവി വകുപ്പിൻ്റെ ബോർഡ് വെച്ച ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെയുള്ള വാഹനമാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. അതായത് ആ വാഹനമാണ് ഈ കാറിന് പിന്നിൽ ഇടിച്ചത്. ഒരു കറുപ്പ് സ്കോർപിയോ വാഹനം. നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോൾ അത് മനസ്സിലാവുന്നത് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി വാർഡൻ്റെ വാഹനമാണ്. ഇതിലുണ്ടായിരുന്നത് താൽക്കാലിക ഡ്രൈവറാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്ത് നിന്ന് അപകടമുണ്ടാക്കിയ വാഹനം ഇവിടെ നിന്ന് നിർത്താതെ പോവുകയും ഇത് കണ്ടിരുന്ന ഇവിടുത്തെ നാട്ടുകാരും മറ്റ് വാഹനയാത്രികരും ഈ വാഹനത്തെ പിന്തുടർന്ന് കൂത്തുപറമ്പ് പാറാൽ ബാങ്ക് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ച് അതിന് മുൻവശത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോൾ ഈ ഡ്രൈവർ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. നാട്ടുകാരും ഇയാളെ പിന്തുടർന്ന് പിടികൂടിയവരൊക്കെ പറയുന്നത്. എൻ്റെ വണ്ടി സൈഡാക്കി നിർത്തി. ഞാൻ അവിടെ നിന്നേക്കുമ്പോൾ ഒരു ബസ് നിർത്തിയിരുന്നു. ബസ്സിൻ്റെ ബാക്കിൽ ഒരു കാറ് വന്ന് നിർത്തി. ആ കാറിനാണ് മറ്റേ അടിക്കുന്നത്. നല്ല സ്പീഡിലായിരുന്നു, നല്ല വരവ്. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ അറിയുന്നില്ല. നോക്കുമ്പം ഈ വണ്ടി ഈ കഷ്യപ്പെടുന്നതാണ് ഈ വണ്ടി എടുത്ത് തലേക്കാൾ. വനംവകുപ്പിൻ്റെ ബോർഡ് വെച്ച് ഈ വണ്ടി എല്ലാം ഉണ്ട്. അന്നേരം ആടുന്ന് ആരും നോക്കുന്നില്ല. കക്ഷി അപ്പോൾ നേരെ അടുത്ത് ഇവിടെ വന്ന് ഇവിടുന്ന് പോലീസുകാർ കണ്ടത് നോക്കും. നല്ല തണ്ണി വെള്ളത്തിലാണ് ആളുകൾ, പറ്റാത്തൊരവസ്ഥയാണ്. നീ കൊതിയെ നമ്മളില്ലേ ബേക്കിലില്ലേ, നീ ഇരുട്ടീന നീ മട്ടന്നൂർ കോളേജ് ജംഗ്ഷനിൽ വണ്ടി ബ്ലോക്ക് ആക്കി ഇൻഫോർമേറ്റ് അല്ല ഫുള്ളാടെ വൈദ്യ അതായത് തുടർന്ന് പോലീസ് എത്തി, കൂത്തുപറമ്പ് പോലീസ് എത്തി. ആ വാഹനവും അതുപോലെ തന്നെ ഈ ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി വാർഡന്റെ വാഹനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുന്നിലും പിന്നിലും വന്യജീവി വകുപ്പിന്റെ ബോർഡും ഉൾപ്പെടെ വെച്ചിട്ട് അതുപോലെ തന്നെ ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെയുണ്ട്. ഈ ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെ പൊട്ടി താഴ്ന്ന അവസ്ഥയിലായിരുന്നു. അത്തരത്തിൽ അവിടെ എത്തിയ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഈ വാഹനം മട്ടന്നൂർ ഭാഗത്തു നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങോളം അപകടകരമായ രീതിയിലാണ് ഈ വാഹനം വന്നതെന്നുള്ള തരത്തിൽ ദൃക്സാക്ഷികൾ നമ്മളോട് നേരത്തെ പറയുന്നു. നമുക്ക് അതുപോലെ ഈ വാഹനത്തിൽ സഞ്ചരിച്ചവരുടെയും അതുപോലെ ഇത് പിന്തുടർന്ന് പിടികൂടിയവരൊക്കെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പോവാം. മുന്നിലൊരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വണ്ടി സ്ലോ ആക്കിയതാണ്. ആ സമയത്താണ് പുറകിൽ വന്നിട്ട് അടിച്ചത്. സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ നിർത്താണ്ട് ഒരൊറ്റ പോക്ക് പോയതേ. കാറിനെ അടിച്ചിട്ടില്ല. കാറ് നല്ല ഡാമേജ് ഉണ്ട്. നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ അടിച്ചു, കാറിനെ അടിച്ചു. കാറ് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. കാറിൻ്റെ ബാക്ക് പരിക്കൊന്നുമില്ല. പക്ഷെ അവരുടെ അകത്ത് കുറേ കുട്ടികളുണ്ടായിരുന്നു, ഫാമിലി ആയിരുന്നു. അവർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എടുത്തിട്ട് പോരുവേ. പിന്നെ ഫോറസ്റ്റിൻ്റെ വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. നമ്മളപ്പോൾ തന്നെ പറഞ്ഞു അത് ഫോറസ്റ്റിൻ്റെ പേരുള്ള വണ്ടിയാണെന്ന് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അവിടുന്ന്. ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വണ്ടി വന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഈ ഓവർ സ്പീഡിൽ വന്നിട്ട് ഈ വണ്ടി അടിക്കായിരുന്നു. അടിക്കൽ മാത്രമല്ല, ഇത് നിർത്താണ്ട് വെട്ടിച്ചിട്ട് ഓടി പോയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ട് പിടിച്ചത്. നാട്ടുകാർ പിടിച്ചതാണ്. നാട്ടുകാർ പിടിച്ചോടിയത്. ഞാൻ അവിടെയായിരുന്നു. വനവകുപ്പിൻ്റെ ഇതാ എഴുതിയിട്ടുണ്ടാണല്ലേ, വനവകുപ്പ് വന്യജീവിൻ്റെ വകുപ്പിൻ്റെ വണ്ടിയാണെന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അവരോട് റിപ്പോർട്ട് ചെയ്ത്
പിന്നെ അവരെല്ലാം ആയിട്ട് ഇടപെട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പിടിച്ചത്. നമ്മളിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. വരുന്ന ടൈം പെട്ടെന്ന് ബാക്കിൽ നിന്ന് വന്നടിച്ചു. നല്ല ഫോഴ്സിലടിച്ചു. ഞാൻ ബാക്കിലിരുന്നായിരുന്നു. ബ്ലോക്കുള്ള ടൈമാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നല്ല വരുവാണ്. ബാക്കിൽ നിന്ന് ഇവർ ഫാസ്റ്റിൽ വന്നിട്ട് അടിച്ചു. നമ്മൾ സ്ലോയിൽ വരുമായിരുന്നു. അവർ വണ്ടി ബാക്കിലിടിച്ച് നിർത്താതെ പോയി. ഇല്ല, അവർ സാധാ ഈ ബ്ലോക്കിലുള്ള സ്പീഡ് അവർ ബാക്കിൽ വന്ന് ഇടിച്ച് നേരെ എസ്കേപ്പ് ആയി. കണ്ടിരുന്നു. ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ് ബ്ലാക്ക്. അവർ നാട്ടുകാർ ബൈക്ക് കൊടുത്ത് ട്രേസ് ചെയ്ത് പോയിട്ട് പിടിച്ചിട്ട് പോലീസുകാർ സ്റ്റേഷനിലാക്കിയിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ ഇടീൻ്റെ ആഘാതത്തിൽ ചെറിയൊരു നമ്മളെ ഫാമിലി ഇല്ലായിരുന്നു. പരിക്ക് ചെറിയൊരു ഇടീൻ്റെ ഒരു ഇതിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരൊക്കെ തന്നെ വലിയൊരു പ്രതിഷേധത്തിലായിരുന്നു. ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാക്കി ആ വാഹനം നിർത്താതെ പോകുന്നു, തുടർന്ന് പിന്തുടർന്ന് പിടികൂടിയപ്പോൾ ഇത്തരത്തിൽ മദ്യലഹരിയിലാണെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നു. തുടർന്ന് പോലീസ് എത്തി ഇയാളെ ഈ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് വാഹനവും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. സർക്കാരിൻ്റെ വാഹനമാണ്. ഇതിലുണ്ടായിരുന്ന ഡ്രൈവർ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ഡ്രൈവറാണെന്നാണ് നമുക്ക് വനം വകുപ്പിൽ നിന്നൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.